എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെ പരിപാടികളാണ് ഉൾപ്പെടുത്തുന്നത്? ദേവിക, നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്ത തരം പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപ് മലയാള ഭാഷയെയും സാഹിത്യത്തെയും ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ജ്ഞാനപീഠ ജേതാവായ ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കഴിഞ്ഞ ആഴ്ച നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മിഠായി TV അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണിന്നാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഹൃദയം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് മാത്രമല്ല, ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അതെ, ഇവർക്ക് എല്ലാവർക്കും ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സംഭവം നടന്നു. കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് ആയി മാറി. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഓരോ വിഷയത്തെയും പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം നേരത്തെ തന്നെ നമ്മുടെ സ്കൂളും ഹൈടെക്കായി. നമ്മുടെ സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സുധാകരൻ സാറാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയാലോ? പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ പ്രിയങ്കരനുമായിട്ടുള്ള ശ്രീ വി സുധാകരൻ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നടത്തിക്കൊണ്ട് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചു. ഇവിടെ തൊട്ടടുത്തുള്ള ക്ലാസ് മുറികൾ വൃത്തിയാക്കി 20 ലക്ഷം രൂപ മുടക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഡിയിലെ നവീൻ കൃഷ്ണയുടെ ഒരു നാടൻ പാട്ട് കേൾക്കാം. താത്തിനം തകത്തെയ്താരോ തകദിനം തകത്തെയ്താരോ താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താരോ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാടും കോര പറിച്ചാട്ടെ താത്തിനം തകത്തെയ്താരോ തകദിനം തകത്തെയ്താരോ താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താരോ പെറ്റമ്മൻ തിന്നവളെ തത്ത ചുണ്ടുളവ ഉറുകി അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ച് വീണതു ചറ്റില തകതകതാത്തിനം തകത്തെയ്താരോ തകദിനം തകത്തെയ്താരോ താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താരോ അയ്യോ മെടമെറിഞ്ഞാൽ മടവിഴാതെ കവലങ്ങായി ചൂട്ടും തെളിച്ചൊരാൾ പാടവരമ്പത്തുറക്കവിലാറുമാസം തകതകതാത്തിനം തകത്തെയ്താരോ തകദിനം തകത്തെയ്താരോ താത്തിനം തകതകദിനം തകതകദിനം തകത്തെയ്താരോ. നമ്മുടെ സ്കൂളിലെ പല സ്കോളർഷിപ്പുകളുടെയും കാലാവധി ഒക്ടോബർ 31 അവസാനിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ HM ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആ നിർദ്ദേശങ്ങളൊന്ന് കേൾക്കാം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പല സ്കോളർഷിപ്പുകളുടെയും ഡേറ്റ് ഈ മാസം അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിൻ്റെ അവസാന ഡേറ്റ് ഒക്ടോബർ 31. അതിനു മുമ്പ് അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ സ്കൂളിൽ ഒരുക്കിയിരിക്കും. അർഹതയുള്ള കുട്ടികളും രക്ഷിതാക്കളും സ്കൂളിൽ വന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് ഇനിയും അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒക്ടോബർ 31 മുമ്പ് തന്നെ അതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയും അതിൻ്റെ പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ എത്തിക്കുകയും ചെയ്യേണ്ടതാണ്. മറ്റു വിവരങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ സ്കൂളിലെ 3 കൂട്ടുകാരികൾ പേപ്പറിലും തുണികളിലുമായി ചെയ്ത കുറച്ച് കരവിരുതുകൾ കാണാം. 9C അഫിദയും ഫാത്തിമ ഫിദയും,
AFലെ ഷിബില ഷെറിൻ. I'm Shibla Sherin, MAF. എൻ്റെ പേര് അഫിദ. ഞാൻ പാണ്ടിക്കാട് സ്കൂളിൽ 9th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ ഫാത്തിമ ഫിദ 9th ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ പഴയ ജീൻസ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഒരു പൗച്ചാണ് കാണിച്ചു തരുന്നത്. ഇതിനായി 7 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവുമുള്ള ഒരു ചതുര ജീൻസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി 9 ഇഞ്ച് നീളമുള്ള ഒരു സിബ് എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൻ്റെ ഇവിടെ വെച്ച് അടിക്കണം. അറബി ഗാനമാവാം. 6Dയിലെ ഹാദിയ നസ്രി. راضيا
അധ്യാപകനും പ്രകൃതി സ്നേഹിയും ഫോട്ടോഗ്രാഫിയിൽ തൽപരനുമായ നമ്മുടെ സ്വന്തം ഉണ്ണികൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന്റെ സ്വന്തം ക്യാമറയിൽ പകർത്തിയ കുറച്ച് പക്ഷികളുടെ ചിത്രം കാണാം. മഞ്ഞക്കിളി, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ. മഞ്ഞക്കിളികൾ ഭാഗികമായി ദേശാടകരാണ്. പഴങ്ങൾ, പൂന്തേൻ, ഷഡ്പദങ്ങൾ എന്നിവയാണ് ഭക്ഷണം. പറക്കൽ കണ്ടാൽ വീഴാൻ പോകുമെന്ന് തോന്നുമെങ്കിലും ശക്തമാണ്. മണിക്കൂറിൽ 40 കിലോമീറ്ററാണ് വേഗത. ഉയരമുള്ള കൊമ്പുകളിലെ ശാഖാഗ്രങ്ങളിൽ ഒരു കോപ്പ പോലെ കൂടുകെട്ടുന്നു. കാവി, ഇന്ത്യൻ പീറ്റ, ഹിമാലയൻ താഴ്വരകളിൽ കണ്ടുവരുന്നു. ശിശിരകാലത്ത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ദേശാടന കിളിയാണ്. തെക്കേ ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും ദേശാടനം നടത്തുന്നു. ചെറുപ്രാണികളും പുഴുക്കളുമാണ് ആഹാരം. ഹിന്ദിയിൽ നവരംഗ് എന്നും അറിയപ്പെടുന്നു. നിലത്താണ് ഇര തേടുന്നത്. കുറിക്കണ്ണൻ കാട്ടുപുള്ള്, വൈറ്റ് ത്രോട്ടഡ് ഗ്രൗണ്ട് ത്രഷ്. നാട്ടുമൈനയുടെ വലുപ്പം. പാറ്റകളും പ്രാണികളും ആഹാരം. മലഞ്ചോലകളിലെ മരങ്ങളിൽ ചളിമണ്ണും പുല്ലും വേരും ഉപയോഗിച്ച് കോപ്പ പോലെ ചെറിയ കൂട് നിർമ്മിക്കുന്നു. നത്ത്, ഓലറ്റ്. മൂങ്ങവർഗത്തിൽപ്പെട്ട വലുപ്പം കുറഞ്ഞ പക്ഷിയാണ് നത്ത്. പരന്നതും വൃത്താകൃതിയിലുമുള്ള മുഖവും വലുപ്പമേറിയ കണ്ണുകളും ഇവയുടെ പ്രത്യേകതകളാണ്. മൈനയോളം വലുപ്പമുള്ള ഇവയുടെ കഴുത്ത് വളരെ ചെറുതാണ്. കൂർത്ത് ബലിഷ്ഠമായ നഖങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഇരട്ടത്തലച്ചി ബുൾബുൾ, റെഡ് വിസ്കേർഡ് ബുൾബുൾ. തലയിൽ കറുത്ത ശിഖ, കവിളിൽ കണ്ണിനു താഴെ ചുവന്ന പൊട്ട്. കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കും. ദിവസവും കുളിക്കാൻ ഇഷ്ടപ്പെടുന്നു. പഴങ്ങളും കീടങ്ങളുമാണ് ഭക്ഷണം. ഓലേഞ്ഞാലി, കാക്കയുടെ വർഗം. ഓലമുറിയൻ, കുട്ടുരുളി എന്നും അറിയപ്പെടുന്നു. എന്തും ഭക്ഷിക്കും. ഇണകളായി ഇര തേടുന്നു. ഓലകൾക്കിടയിലെ പുഴുക്കളെ പിടികൂടുവാൻ കൊക്കുകൊണ്ട് ഓലയിൽ പിടിച്ച് ആടി ഇറങ്ങുന്നത് കാണാം. എല്ലാ ദിവസവും കുളിക്കാറില്ലെങ്കിലും വെള്ളം കണ്ടാൽ കുളിക്കാൻ ഒരു മടിയുമില്ല. അരിപ്രാവ്, സ്പോട്ടഡ് ഡോഗ്. അമ്പലപ്രാവിനേക്കാൾ വലിപ്പം കുറഞ്ഞത്. സാധാരണയായി നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നു. കുറ്റിക്കാടുകളിലും മരങ്ങൾ സാധാരണമുള്ള നാട്ടിൻപുറങ്ങളിലും കാണാം. പക്ഷിയുടെ പുറത്തും മറ്റുമുള്ള വെള്ളപ്പുള്ളികൾ അരി വിതറിയതുപോലെ കാണപ്പെടുന്നു. മറ്റു പക്ഷികളെപ്പോലെ തുള്ളിച്ചാടുകയോ തത്തി നടക്കുകയോ ചെയ്യാത്ത അരിപ്രാവുകൾ വളരെ സാവധാനം ഗൗരവത്തോടെ ഓരോ കാലെടുത്തു വെച്ചാണ് നടക്കുക. കുട്ടുറുവൻ, ബാർബറ്റ്. ചിന്നക്കുട്ടുറുവൻ, സിലോ കുട്ടുറുവൻ എന്നിങ്ങനെ 2 ജാതിയിൽ കാണുന്നു. അരയാൽ, പേരാൽ, വേപ്പ് എന്നിവയുടെ പഴങ്ങളാണ് പ്രധാന ആഹാരം. മരക്കൊമ്പുകൾ തുളച്ച് മാളമുണ്ടാക്കിയാണ് മുട്ടയിടുന്നത്. വേലിത്തത്ത, സ്മാൾ ഗ്രീൻ ബീ ഈറ്റർ. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ കാണപ്പെടുന്നു. വാഴക്കിളി എന്നും വിളിക്കുന്നു. ശബ്ദം മണിനാദം പോലെയാണ്. ഇവ ഇരിക്കുമ്പോഴും പറക്കുമ്പോഴും ശബ്ദമുണ്ടാക്കുന്നു. പാറ്റകൾ, വണ്ടുകൾ, തേനീച്ചകൾ, തുമ്പി എന്നിവയാണ് ആഹാരം. കുളക്കൊക്ക്, പോൺ ഹെറോൺ. വയലിലും പുൽപ്പറമ്പിലുമുള്ള ചെറു പ്രാണികളെയും മത്സ്യങ്ങളെയും ആഹാരമാക്കുന്നു. പറക്കുമ്പോൾ ചിറകും വാലും തൂവെള്ളയായിരിക്കും. മരത്തിൽ നിന്ന് തന്നെ ചുള്ളികളെടുത്ത് പന, പുളി, പ്ലാവ്, തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങളിൽ കൂടുണ്ടാക്കുന്നു. വിഷുപ്പക്ഷി,
ഇന്ത്യൻ കുക്കു. വിഷു ഉത്സവകാലത്താണ് ഈ പക്ഷിയുടെ ശബ്ദം കൂടുതൽ കേൾക്കുന്നത്. അതുകൊണ്ടാണ് വിഷു പക്ഷി എന്ന് സാധാരണയായി അറിയപ്പെടുന്നത്. ഉത്തരായന കിളി, കതിരുകാണാ കിളി എന്നും വിളിക്കുന്നു. കാട്ടുമൈന. കണ്ണിനു ചുറ്റും മഞ്ഞ ചർമ്മമില്ല. നെറ്റിയിൽ ചെറിയ ശിഖ. മലകളിലും കാടുകളിലും കാണാം. മിശ്രബുക്കാണ്. മരപ്പൊത്തുകളിലും കൂടുണ്ടാക്കുന്നു. നീല നിറമാണ് മുട്ടകൾക്ക്. മയിൽ, പീഫോൾ. കോഴികളുടെ കുടുംബം. ഉയർന്ന മരങ്ങളിലും പൊന്തകളിലും ഇടതിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങളിലുമാണ് വാസം. വിത്തുകൾ, പുല്ലുകളെയും ചെടികളുടെയും കൂമ്പുകൾ, ഫലങ്ങൾ, പുഴുക്കൾ, പാറ്റകൾ, ഒച്ച്, ചെറിയ പാമ്പുകൾ, എലി, ഓന്ത്, പല്ലി എന്നിവയെ ഭക്ഷിക്കും. ഉയർന്ന മരങ്ങളിൽ വിശ്രമിക്കും. പൊന്തകൾക്കിടയിൽ തറയിൽ പരന്ന കുഴിയുണ്ടാക്കി ഉണക്കയിലയും ചുള്ളിയും നിറച്ച് കൂടുണ്ടാക്കുന്നു. ചെറിയ ദൂരം മാത്രമേ പറക്കാൻ കഴിയുകയുള്ളൂ. സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇവയ്ക്കുണ്ട്. ഇനി നമുക്ക് 8B ക്ലാസ്സിലെ രഞ്ജിമ രഘുനാഥിന്റെ ഒരു ലളിതഗാനം കേട്ടാലോ? പുഴയിലൊരാകാശം കണ്ടോ, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടോ, തുഴയാതെയൊഴുകി വരും തിരുവോണത്തോണിക കണ്ടോ, തിരുവോണ തോണികൾ കണ്ടോ, പുഴയോ
ഡി ക്ലാസ്സിലെ ആര്യനന്ദയുടെ നാടോടി നൃത്തം. നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും യാത്രകൾ ഇഷ്ടപ്പെടുന്ന ചിത്രകാരനുമായ ഷൗക്കത്ത് സർ നമ്മുടെ മിഠായി ടിവിയിലേക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നറിയപ്പെടുന്ന പാണ്ടിക്കാട് ഹൈസ്കൂൾ എൻ്റെ മാതൃവിദ്യാലയമാണ്. കിഴക്കൻ ഏറനാട്ടിലെ ഏറെ പ്രസിദ്ധവും സൽപ്പേരുള്ളതുമായ ഈ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു എന്നത് വളരെ അഭിമാനകരമാണ്, സന്തോഷകരമായ കാര്യമാണ്. ജീവിതത്തിലെ വിലപ്പെട്ട പാഠങ്ങളും അനുഭവങ്ങളും കിട്ടിയത് ഈ വിദ്യാലയത്തിൽ നിന്നാണ് ഇന്ന് ഈ തരുണത്തിൽ ഓർത്തു പോവുകയാണ്. ഭൂമിയിലെ വിലപ്പെട്ട അനുഗ്രഹമാണ് ജീവിതം. ജീവിതത്തിലെ ഏറ്റവും മധുരതരമായ കാലം ബാല്യകാലമാണ്. ബാല്യകാലത്തെ ഏറ്റവും മധുരതരമാക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത വിധം ഓർമ്മകളിൽ ആലേഖനം ചെയ്യുന്നത് ഓരോരുത്തരുടെയും വിദ്യാലയ കാലഘട്ടത്തിലെ സ്മരണകളാണ്.
ഇത്തരുണത്തിൽ ഇതെല്ലാം ഓർത്തെടുക്കാൻ കാരണം പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയിട്ടുള്ള ആസൂത്രണം ചെയ്തിട്ടുള്ള ചക്കരമിഠായി എന്ന പേരിലുള്ള മധുരങ്കിനി എന്ന പേരുള്ള ഓൺലൈൻ ചാനലാണ്. വളരെ ഭാവനാപൂർണമായി നല്ല രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെട്ട, സംവിധാനം ചെയ്യപ്പെട്ട ഒരു ഓൺലൈൻ ചാനലായാണ് അത് അനുഭവപ്പെട്ടത്. വളരെ വിജ്ഞാനപ്രദമാണ്, വിനോദം നൽകുന്നതാണ്. എല്ലാറ്റിനും ഉപരി ഈ കോവിഡ് കാലത്തെ നിശ്ചലാവസ്ഥയെ, മന്ദീഭവിച്ച ജീവിതതാളത്തെ മറികടക്കാൻ, പ്രത്യാശയിലേക്ക് വഴി കാണിക്കാൻ ഈ ചാനലിന് സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും പ്രതികൂലമായി ബാധിച്ച ഒരു മഹാമാരിയാണ് കോവിഡ്-19. എല്ലാറ്റിനും വിലക്കുകളാണ്. സഞ്ചാരത്തിന്, സർവ്വചലനങ്ങളും വിലക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ്റെ അതിജീവനത്വരയെ, മനുഷ്യൻ്റെ പ്രത്യാശകളെ, മുന്നോട്ട് ചലിക്കാനുള്ള അവൻ്റെ ജീവിതാഭിവാഞ്ചയെ കോവിഡിനെന്നല്ല ഒരു മഹാമാരിക്കും തടഞ്ഞു നിർത്താനാവില്ല എന്ന പ്രത്യാശയാണ്, എന്ന മഹത്തായ സന്ദേശമാണ് ചക്കരമിഠായി എന്ന ഈ ചാനലിലൂടെ ഈ ഇളം തലമുറ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രത്യാശാജനകമായ കാര്യമാണ്. മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ് പറയുക. സാമൂഹിക ബന്ധങ്ങളുടെ ഒരു സംഘാതമാണ്, ഒരു സമുച്ചയമാണ് മനുഷ്യൻ. ഈ സാമൂഹിക ബന്ധങ്ങളെയാണ് ഈ കോവിഡ് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത്. അതിനെ കുട്ടികൾ മറികടക്കുകയാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അവർ ചെയ്യുന്നത്. സർവഭാവുകങ്ങളും സർവാശംസകളും ഈ ചാനലിന്, ഈ സംരംഭത്തിന് അർപ്പിക്കുകയാണ്. ഭൂമിയിൽ ഓരോ ജീവജാലങ്ങൾക്കും, മനുഷ്യന് മാത്രമല്ല സർവ്വജീവജാലങ്ങൾക്കും പ്രകൃതി ഓരോ ജന്മദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അതിജീവനത്തിനുള്ള, വരും തലമുറകൾക്ക് പ്രത്യാശ നൽകുന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ചോദന പ്രകൃതി സർവ്വ ജീവജാലങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായി പറയാം, നമുക്ക് തൊടിയിലൊക്കെ കാണുന്ന മണ്ണിരയുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അതിസൂക്ഷ്മമായ ചെറുചലനങ്ങളുള്ളൊരു ചെറുജീവിയാണത്. നമ്മളാരും അറിയാതെ, ലോകമറിയാതെ മണ്ണിരയ്ക്ക് പ്രകൃതി ഏൽപ്പിച്ച ആ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. മണ്ണിനെ ഈർപ്പമുള്ളതാക്കുക, ഉർവരമാക്കുക, വിത്തെറിയാനും ചെടികൾ മുളയ്ക്കാനും ആവശ്യമായ ഒരു അന്തരീക്ഷം ഭൂമിയിൽ ഉണ്ടാക്കുക, ഉർവരതയുണ്ടാക്കുക എന്നതാണ് മണ്ണിരയുടെ ജന്മദൗത്യം. മണ്ണിരയെക്കുറിച്ച് ഞാൻ എഴുതിയ കുറച്ചു വരികൾ. മരം കാറ്റിനോട്, കവി കാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മരം കാറ്റിനോട്, കവി കാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മണ്ണിരയാകട്ടെ ഒന്നിനോടും കലഹിക്കാതെ മണ്ണിനെ ഉമ്മ വെച്ച് നനച്ച് മധുരം ചേർത്ത് ഭൂമിയെ ഒരു രസഗോളമാക്കി സൂര്യനെ വിരുന്നൂട്ടി സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞ നിലാവ്. ഈ മണ്ണിരയുടെ ദൗത്യമാണ് ചക്കരമിഠായി എന്ന ഈ ഓൺലൈൻ ചാനലിലൂടെ
ഈ സൽസംരംഭത്തിലൂടെ നമ്മുടെ കുരുന്നുകൾ നിർവഹിച്ചിട്ടുള്ളത്. അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാതെ വയ്യ. കുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു കവിത കൂടി ചൊല്ലി ഞാൻ അവസാനിപ്പിക്കും. കാര്യസാധ്യം എന്നാണ് അതിന് പേരിട്ടത്. ജീവിതത്തിലേക്ക് കളിയുരുട്ടിക്കൊണ്ടുവന്നവർ കുട്ടികളാണ്. ആകാശച്ചുവട്ടിൽ പൂക്കൾക്കും കിളികൾക്കുമൊപ്പം അവർക്ക് കാര്യം കളി മാത്രമായിരുന്നു. കളിയുടെ അർത്ഥം കുട്ടികൾ മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. ദൈവമാകട്ടെ വെറുതെ ചിരിച്ചു നിന്നതേയുള്ളൂ. ഇങ്ങനെ കാലം എത്ര കഴിഞ്ഞുപോയെന്ന് ചരിത്രത്തിനും അറിഞ്ഞുകൂടാ. എന്നോ ഒരു നാൾ അർത്ഥവേട്ടയ്ക്കിടയിൽ അവരെത്തി. കളിയും കളിക്കളവും കയ്യേറി. പിന്നെ കുട്ടികൾ കാണികളും കാര്യക്കാരുമായി. കളിയും കാര്യവും കുമ്പുകോർത്തപ്പോൾ കളിക്കളം കലങ്ങി. പരിഭ്രാന്തനായ റഫറി വിസിലും നിയമങ്ങളും കാറ്റിന് കൈമാറി ദൈവമാർഗത്തിൽ നിശ്ചേഷ്ടനായി. കളി തോറ്റു തൊപ്പിയിട്ട് കളം വിട്ടു. അങ്ങനെ തോറ്റ് തൊപ്പിയിടാതിരിക്കുക കളി ജീവിതത്തിൻ്റെ അന്തസ്സാരമാണ്. സർഗാത്മകത ജീവിതത്തിൻ്റെ ആത്യന്തികമായ മൂല്യമാണ്. കലയും കളിയും സർഗാത്മകതയും ചേർന്ന ഒരു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി 5A ക്ലാസ്സിലെ ആയിഷ ജൽവ അവതരിപ്പിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടാവാം. വിളക്കി വിരുക്കിയൊരുക്കിയ അതിർപ്പത്തിന്നീശൽ ചിന്തലായി തരം തരം ചേർത്തു നളർദക്ഷ ചേർത്തത് പുഷ്കളമർഹത്തിൻ ഷാക്കിറവർ പുലിയായി ഷാക്കിറവർ പുലിയായി സീരയാൽ സുരലോകമഹൂർജമന്നാനെ സാരസാൽ സമഭാവന ചിന്തനത്തേനാണെ സാദരം തെരുവൈതരു ബിന്ദാനെ സാമത്താരോ മിഷൽ പേശിയ ശീർത്തവരും താനെ സാരസ കവി ഹൈദറും തനി സാരസ കവി ഹൈദറും തനി കവിയു സരശൽ പസുറാം താജാലമൊരുക്കിയ കമറാം താര ചേർത്തതിലും തെര തിരുവളി പുതുക്കുള ബൈത്ത് കുറിത്തത് കത്ത് കുറി ചേർത്തതിലും തെര തിരുവളി പുതുക്കുള ബൈത്ത് കുറിത്തത് കത്ത് കുറി അഹദിലുദ സ്തുതിയായി ഹംദദോർത്തുതിയായി ഹംദാരുളി പളപള മിന്നണ വാക്കു വിളക്കി വിരുക്കിയൊരുക്കിയ അതിർപ്പത്തിന്നീശൽ ചിന്തലായി തരം തരം ചേർത്തു നാഗത്തക്ഷരം ചേർത്തത് പുഷ്കളമർഹത്തിൻ ഷാക്കിറവർ പുലിയായി ഷാക്കിറവർ പുലിയായി അംശമാൽ അധികാരി ഐത്തു പിതാവോരെ അംഗമായവർ വൈദ്യരു അപ്പസദിക്കായെ ആവിധം വഴി വന്ന് കുതിർത്ത് കുറിത്തോരെ വൈദ്യരും ഗുരു ഐതൃവരി പ്രവശത്താണി ഓതിയാൽ പദമാൽ തതുംവിധ ഓതിയാൽ പദമാൽ തതുംവിധ തലപ്പിന്റെ ചായ പിടിക ചിന്തും കുന്തിച്ചിരുന്നൂതും പിടിയാൽ മുന്തും ചേർത്ത് പദം കോർത്തവരൊത്തിത് അതിമാൻ പങ്കജ പള്ളി കുറിത്ത് ചേർത്ത് പദം കോർത്തവരൊത്തിത് അതിമാൻ പങ്കജ പള്ളി കുറിത്ത് ആദ്യ കൃതിയൊന്നിതാ ആശിച്ചൊരുക്കിയതാ ഹംദാരളി പളപള മിന്നണ വാക്കു വിളക്കി വിരുക്കിയൊരുക്കിയ അതിർപ്പത്തിന്നീശൽ ചിന്തലായി തരം തരം ചേർത്തു നാളത്തക്ഷരം ചേർത്തത് പുഷ്കളമർഹത്തിൻ ഷാക്കിറവർ പുലിയായി ഷാക്കിറവർ പുലിയായി. നമ്മുടെ സ്കൂളിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാ ക്ലബ്ബുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വ്യത്യസ്തം ഇംഗ്ലീഷ് ക്ലബിന്റെ സമ്മാനദാനമായിരുന്നു.
I am Aisha P and I am studying in 8th. Everyone knows that Gandhiji is our father of the nation. The perfect example of simple life. He displayed the opportunity to earn crores. It is good to think about the Gandhian principles as nation is going through such a situation. Even years wrought by the Gandhian principles remain evergreen and hold power to enlighten the end. Independent by using strong weapon and non-violence. Not only in India, in fact in the whole world this day celebrates. My dear teachers, Gandhi Jayanti is celebrated every year on October 2 to honor the legendary leader. Ideology is universal, which is relevant for all times. People know very little about his stubbornly powerful and pragmatic. Innumerable problems at social, economical, cultural and political fields. നാളെ രാത്രി 7 മണിക്ക് നമ്മുടെ സ്വന്തം മിഠായി ടിവിയിൽ കോവിഡിനെ കുറിച്ച് ഡോക്ടർ അബ്ദുൾ റഷീദ് സാർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പരിപാടിയുണ്ട്. വളരെ വിജ്ഞാനപ്രദമായ ഈ പരിപാടി കാണാൻ ആരും മറക്കരുതേ. ഞാൻ ഡോക്ടർ റഷീദ്. കഴിഞ്ഞ 13 വർഷമായി പാണ്ടിക്കാട് ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ജോലി ചെയ്തു വരികയാണ്. COVID-19 വൈറസ് ബാധയെ സാധാരണ ജലദോഷപ്പനി പോലെ ജനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കേസുകളുടെ COVID-19 പോസിറ്റീവ് കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്നത്. എന്നാൽ നമ്മളുടെ വീടുകളിലുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, കിഡ്നി, ലിവർ, ശ്വാസകോശം, ഹൃദയം സംബന്ധിച്ച അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ, കോവിഡ് മഹാമാരി പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എടുക്കേണ്ട ഒരുപാട് മുൻകരുതലുകളാണ് സാർ നമ്മളുമായി പങ്കുവെക്കുന്നത്. തീർച്ചയായും എല്ലാവരും അത് കാണുകയും അത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവരും ചക്കരമിഠായി കാണുന്നില്ലേ? മുടങ്ങാതെ കാണണം കേട്ടോ. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കൊടുക്കണം. എന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.